ഇനി എന്താ 59? മൻഹജ് നിങ്ങൾ അംഗീകരിക്കും. ഏത് മൻഹജ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നമ്മളിവിടെ ഒന്ന് തിരിച്ചറിയേണ്ട എന്താ വെച്ചാൽ, ഇവർക്ക് പൂർവികരെ പറ്റി എന്ത് ധാരണയുള്ളത്? ഇയാളെ ചോദ്യം ഇപ്പം എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലുള്ള സ്വഹാബികളൊക്കെ സ്വീകരിച്ചൊരു മൻഹജാണ് ഞങ്ങളത്. വർത്താനം കേട്ട ഓൽക്ക് മേലെ ആരും ഉണ്ടായിരുന്നു? അവർക്ക് മേലെ ആരെങ്കിലും ഉണ്ടോ? അവരെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഓതി കൊടുത്ത കാര്യങ്ങൾ നേരിട്ട് കേട്ടവരാരാ? സ്വഹാബികൾ. ആ സ്വഹാബികളെ മൻഹജ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പറയും. ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ ഹദീസ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജ്, അതിൽ നിന്ന് ഒരു തരി ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. നിങ്ങൾക്കത് പറയാൻ ധൈര്യമുണ്ടോ? വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ സൂറത്തു നിസായിൽ പഠിപ്പിച്ച ആ മൻഹജ് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. മാ അന അലൈഹി അസ്ഹാബി മാ അന അലൈഹി അൽയൗമ അലൈഹി വഅസ്ഹാബി. ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. പക്ഷെ നിങ്ങൾ വിട്ടുപോയോ ഇല്ലേ? നിങ്ങൾ എപ്പോഴോ വിട്ടുപോയിട്ടുണ്ട്. എന്താ ഉദാഹരണം? നിങ്ങൾ വിട്ടുപോയിൻ്റെ ഉദാഹരണം 2001 നിങ്ങൾക്ക് ആദ്യത്തെ വ്യതിയാനം എവിടെ ഉണ്ടായത്? മൻഹജിലാണ്. ഒന്നാമത്തെ വ്യതിയാനം മൻഹജിലാണ്. അതുകൊണ്ട് ഓരോ ആയത്തുകൾക്കും തോന്നിയ അർത്ഥം, ഓരോ ഹദീസുകളും തോന്നിയ പോലെ കൈകാര്യം ചെയ്യുക. അത് മൻഹജ് വിട്ടതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ അവകാശപ്പെട്ട പ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു മൻഹജാണെങ്കിൽ നിങ്ങൾ നിഷേധിച്ചതെന്തിന്? ദുർവ്യാഖ്യാനിച്ചതെന്തിന്? തള്ളിയതെന്തിന്? പരിഹസിച്ചതെന്തിന്? നിങ്ങൾ പറയണം. എന്താ ഉമർ സുല്ലമി പറഞ്ഞത്? എന്താ? മൻഹജു സലഫ് ഇവിടെ വന്നതിനാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ? എഴുതി വിട്ടില്ലേ? ഏത് മൻഹജാ നിങ്ങൾ? ഈ പ്രശ്നം എന്നുള്ള മൻഹജ് ഏതാ? അത് നിങ്ങൾ പറയും. 5-ാം മദ്ഹബ് എന്ന് ഷബാബിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിയ മൻഹജ് ഏതാണ്? നിങ്ങൾ പറയും. വലിയ മൻഹജിൻ്റെ ആളുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നടക്കണ്ട.